ഇന്ന് മാർച്ച് 29 ഞായറാഴ്ച. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വിഷു ഈസ്റ്റർ ഫെയറുകൾക്ക് തുടക്കമാവുകയാണ്. ഇത്തവണ 16 ഇനം സാധനങ്ങൾ അടങ്ങിയ കിറ്റാണ് സപ്ലൈകോ ഒരുക്കിയിരിക്കുന്നത്. അരി, വെളിച്ചെണ്ണ, ആട്ട, പഞ്ചസാര, ചെറുപയർ, വൻപയർ, കടല തുടങ്ങിയ 16 ഇനം സാധനങ്ങളാണ് കിറ്റിൽ തയ്യാറാക്കിയിരിക്കുന്നത്. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയും മാവേലി സ്റ്റോറുകൾ വഴിയുമാണ് ഗുണഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുക. അടുത്ത അറിയിപ്പ്: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം നടന്നത് ഫെബ്രുവരി 11-നാണ്. ഈ ഘട്ടത്തിൽ പരിശോധന പൂർത്തിയായ ഏകദേശം 10 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ആദ്യ ഗഡുവായ 1000 രൂപ അക്കൗണ്ടുകളിലെത്തിയത്. രണ്ടാം ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ സാങ്കേതിക തടസ്സങ്ങൾ കാരണം പണം ലഭിക്കാത്തവർക്കും രേഖകൾ ശരിയാക്കിയവർക്കും മാർച്ച് മാസത്തെ വിതരണത്തോടൊപ്പം തുക ലഭ്യമാക്കിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക മാർച്ച് 31 മുതൽ വിതരണം ചെയ്യും. വിഷു പ്രമാണിച്ചും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനാലുമാണ് ഏപ്രിൽ മാസത്തെ പെൻഷൻ മുൻകൂട്ടി അനുവദിച്ചിരിക്കുന്നത്. അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ്. മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം മാർച്ച് 25-ന് നടക്കാത്തതിൽ പലർക്കും ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം മാർച്ച് 30 അല്ലെങ്കിൽ മാർച്ച് 31-ഓടെ മാർച്ചിലെയും ഏപ്രിലെയും പെൻഷൻ തുകകൾ ഒന്നിച്ച് വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്തടുത്ത് 2 ഗഡുക്കൾ വിതരണം ചെയ്യുന്നതിനുള്ള സാങ്കേതിക ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് വിതരണം ഏപ്രിൽ 31-നേക്ക് മാറ്റിയത്. ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരുന്നവർക്ക് മാർച്ച് 31-ന് അക്കൗണ്ടുകളിൽ തുകയെത്തും. സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുന്നവർക്ക് 2-3 ദിവസം കാലതാമസം ഉണ്ടായേക്കാം. അടുത്ത അറിയിപ്പ്: കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 5 മാസത്തെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. പലർക്കും 3 മാസത്തെ തുകയൊക്കെയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ വരും ദിവസങ്ങളിൽ ബാക്കി 2 ഗഡുക്കൾ കൂടി ഇവർക്ക് ലഭിക്കും. 6 മാസത്തെ കുടിശ്ശിക വിതരണത്തിനായി 400 കോടി രൂപയായിരുന്നു അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. 6 മാസത്തെ കുടിശ്ശിക വിതരണത്തിനായി 400 കോടി രൂപയായിരുന്നു അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തയാഴ്ചയോടുകൂടി 1 ഗഡു കൂടി ഇവർക്ക് ലഭിക്കും. അപ്പോൾ 9600 രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുക. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.